ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2. ഇത് പറഞ്ഞ ഓപ്ഷൻസിലോട്ട് റെഡ്യൂസ് ചെയ്യണം. അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് എക്സ് ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ആണ്. പാർഷ്യൽ ഫ്രാക്ഷൻ വഴി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. പോളിനോമിയൽ ബൈ പോളിനോമിയൽ, ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് ഫോം. ഡിനോമിനേറ്ററിൻ്റെ പവറിനേക്കാളും കുറവാണ് ന്യൂമറേറ്ററിൻ്റെ പവർ. അറിയാമല്ലോ, ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ വരുമല്ലോ, അതിനേക്കാളും കുറവാണ് ന്യൂമറേറ്റർ. അപ്പോൾ എ ബൈ ഫസ്റ്റ് ഫാക്ടർ, അങ്ങനെയല്ലേ പഠിച്ചത്, പ്ലസ് ബി ബൈ സെക്കൻഡ് ഫാക്ടർ. നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ കാണണം. അതിന് വേണ്ടി റൈറ്റ് സൈഡ് ആഡ് ചെയ്താൽ എന്ത് വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. എ ഇൻറ്റു എക്സ് മൈനസ് 2 എ ഇൻറ്റു എക്സ് മൈനസ് 2 പ്ലസ് ബി ഇൻറ്റു എക്സ് മൈനസ് 1 വരും. ശരിയല്ലേ? എ ഇൻറ്റു എക്സ് മൈനസ് 2 പ്ലസ് ബി ഇൻറ്റു എക്സ് മൈനസ് 1 ആണ് റൈറ്റ് സൈഡിൽ കിട്ടുന്ന ന്യൂമറേറ്റർ. അത് ലെഫ്റ്റ് സൈഡിൽ ന്യൂമറേറ്ററിനോട് ഇക്വേറ്റ് ചെയ്യുന്നു. എയും ബിയും കാണണം. ഇവിടെ ഒരു എക്സ് മൈനസ് 2 എന്ന് പറഞ്ഞൊരു ടേം വന്നിട്ടുണ്ട്. അത് 0 ആക്കാൻ വേണ്ടി എക്സിന് 2 കൊടുക്കാം. എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0 ആയി പോവും. ഇത് പോവും. അപ്പോൾ ഇത് മാത്രം വരും. ബി ഇൻറ്റു എക്സിന് 2 കൊടുത്താൽ 2 മൈനസ് 1 വരും. റൈറ്റ് സൈഡിൽ എക്സിന് 2 കൊടുക്കാം. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എക്സിന് 2 കൊടുത്തു. നമുക്ക് ബി ഈക്വൽ 2 എന്ന് കിട്ടി. ഇനി നമുക്ക് എക്സിന് എന്ത് കൊടുക്കാം? എക്സ് മൈനസ് 2 0 ആവാൻ വേണ്ടിയാണല്ലോ എക്സിന് 2 കൊടുത്തത്. ഇവിടെ എക്സ് മൈനസ് 1 ഉണ്ടല്ലോ, അത് 0 ആവാൻ വേണ്ടി എക്സിന് 1 കൊടുക്കാം. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എക്സിന് 1 കൊടുക്കുകയാണ്. ഇവിടെ എ ഇൻറ്റു 1 മൈനസ് 2, എക്സിന് 1 കൊടുത്താൽ എ ഇൻറ്റു 1 മൈനസ് 2, എ ഇൻറ്റു 1 മൈനസ് 2 മൈനസ് 1 ആണ്. ബി ഇൻറ്റു 1 മൈനസ് 1, ബി ഇൻറ്റു 0 പോയി. റൈറ്റ് സൈഡിൽ എക്സിന് 1 കൊടുക്കുക. അപ്പോൾ എ ഈക്വൽ ടു മൈനസ് 1 കിട്ടും. അറേഞ്ച് ചെയ്താൽ എ ഈക്വൽ ടു മൈനസ് 1 കിട്ടും. എയുടെയും ബിയുടെയും വാല്യൂ കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ഇൻ്റഗ്രൽ വരുന്നത് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ആണ്. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞത്? എ ബൈ എക്സ് മൈനസ് 1 പ്ലസ് ബി ബൈ എക്സ് മൈനസ് 2. എ എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ്, മൈനസ് 1 ബൈ എക്സ് മൈനസ് 1. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്, 2 ബൈ എക്സ് മൈനസ് 2 ഡി എക്സ്. അപ്പോൾ ആദ്യത്തത് മൈനസ് 1 ഇൻറ്റു മൈനസ് 1 മാറ്റി നിർത്തുന്നു. 1 ബൈ എക്സ് മൈനസ് 1 ഇൻ്റഗ്രൽ ലോഗ് എക്സ് മൈനസ് 1 പ്ലസ് ഈ 2 മാറ്റി നിർത്താം, കോൺസ്റ്റൻ്റാ. 1 ബൈ എക്സ് മൈനസ് 2 ഇൻ്റഗ്രൽ ലോഗ് എക്സ് മൈനസ് 2 പ്ലസ് സം കോൺസ്റ്റൻറ്റ് സി. ഇങ്ങനെയല്ല ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ പറഞ്ഞ ഓപ്ഷൻസിലോട്ട് എത്തിക്കണം. അതിനുവേണ്ടി നമ്മളൊരു റിസൾട്ട് ഉപയോഗിക്കും. ഈ റിസൾട്ട് ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. എന്താണെന്നറിയാവോ? n ഇൻറ്റു ലോഗ് എ, അത് ലോഗ് എ റേസ് ടു n ആണ്. തിരിച്ചായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. ലോഗ് എ റേസ് ടു n ഇൻറ്റു ലോഗ് എ എന്നാണല്ലോ. അത് തിരിച്ചും പറയാമല്ലോ, n ഇൻറ്റു ലോഗ് എ. ഇവിടെ അങ്ങനെ വരുന്നുണ്ട്. n ഇൻറ്റു ലോഗ് എ വന്നാൽ എങ്ങനെ എഴുതണം? ലോഗ് എ റേസ് ടു n എഴുതണം. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ഇവിടെ n ഇൻറ്റു ലോഗ് എ ഫോമിലല്ലേ, -1 ഇൻറ്റു ലോഗ് എക്സ് -1 ആണ്.
അപ്പോൾ അത് ലോഗ് എക്സ് മൈനസ് വൺ റേസ് ടു മൈനസ് വൺ എഴുതാം. എൻ ഇൻറ്റു ലോഗ് എ റേസ് ടു എൻ. നമുക്ക് മോഡുലസ് ഒക്കെ അവസാനം ഇട്ടാലും മതി, കുഴപ്പമില്ല. മോഡുലസ് ഇട്ടില്ല എന്ന് വെച്ചാൽ തെറ്റൊന്നുമില്ല. ലോഗ് എൻ ഇൻറ്റു ലോഗ് എക്സ് മൈനസ് വൺ റേസ് ടു മൈനസ് വൺ. ലോഗ് എ റേസ് ടു എൻ ആയല്ലോ. മൈനസ് വൺ ഇൻറ്റു ലോഗ് ആവും. പ്ലസ് പിന്നെ ഇവിടെ എൻ ഇൻറ്റു ലോഗ് ഇവിടെയുണ്ട്. 2 ഇൻറ്റു ലോഗ്. അപ്പോൾ അതെങ്ങനെ എഴുതും? ലോഗ് എക്സ് മൈനസ് ടു ഓൾ സ്ക്വയർ എന്ന് എഴുതാം. കാരണം അപ്പോൾ എൻ ഇൻറ്റു ലോഗ് 2 ഇൻറ്റു ലോഗ് എക്സ് മൈനസ് ടു വരുമല്ലോ. ലോഗരിതത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടല്ലോ, ഓർത്ത് നോക്കിയേ. ലോഗ് എ പ്ലസ് ലോഗ് ബി വന്നാൽ നമ്മളതിനെ ലോഗരിതം ഓഫ് എ ബി എന്നാണ് എഴുതുക. അങ്ങനെ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടില്ലേ ലോഗരിതത്തിൻ്റെ? ലോഗ് എ പ്ലസ് ലോഗ് ബി ലോഗ് എ പ്ലസ് ലോഗ് ബി ലോഗരിതം ഓഫ് എ പ്ലസ് ബി എന്ന് എഴുതരുത്, ലോഗ് എ ബി എന്നാണ് എഴുതുക. അങ്ങനെയാണ് പ്രോപ്പർട്ടി. അപ്പോൾ ഇത് ലോഗ് എ പ്ലസ് ലോഗ് ബി ആയല്ലോ. അപ്പോൾ ലോഗ് എ ബി എന്നാണല്ലേ എഴുതണ്ടേ. അപ്പോൾ ലോഗ് എ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൺ റേസ് ടു മൈനസ് വൺ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ടു സ്ക്വയർ പ്ലസ് സി വരും. ലാസ്റ്റ് ആൻസർ ഫൈനൽ വാല്യൂ മോഡ് ലോഗ് എഴുതാം. ഇനി എന്ത് വരും? ഇനി നമുക്ക് എക്സ് മൈനസ് ടു സ്ക്വയർ അത് ആദ്യം എഴുതിക്കോട്ടെ. എക്സ് മൈനസ് ടു സ്ക്വയർ ആദ്യം എഴുതി. എക്സ് മൈനസ് വൺ റേസ് ടു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ 1/x മൈനസ് വൺ ആവില്ലേ? അല്ല, ഈ ടേം 1/x മൈനസ് വൺ ആവും. 1/x മൈനസ് വൺ ആവും. അപ്പം ഇങ്ങനെ എഴുതാം. ഇതാണ് ആൻസർ. അപ്പോൾ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ബി ആണ് ആൻസർ.